ഞാൻ ഏത്തപ്പഴം ഇട്ട് മോര് കാച്ചാൻ പോണേ. ഇതിന് ഒരു ഏത്തപ്പഴം പുറന്നെടുത്തുള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക്, പിന്നെ ഇത് വറ്റൽ മുളക്, കടുക് വറക്കാം. ഇത് കരിവേപ്പില, തേങ്ങ, ജീരകം, ഉള്ളിയൊന്നും അരയ്ക്കുന്നില്ല കേട്ടോ. പിന്നെ ഇത് നെയ്യും വേണേ. ഏത്തപ്പഴം വഴറ്റിയെടുക്കണം നെയ്ക്കകത്ത്. ഏത്തപ്പഴം വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് ആ തേങ്ങയും ജീരകവും കൂടെ നനച്ചെടുക്കാം. പച്ചമുളകും ഉപ്പും ഇട്ട് ഒത്തിരി വെന്തോടയുണ്ടാകും. തേങ്ങയും ജീരകവും മാത്രം അരച്ചത്. തൈര് ഒഴിച്ചിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല തൈരിനകത്ത് കേട്ടോ. അത് അരപ്പ് വെച്ചെടുപ്പോൾ ആ തൈര് ഉടച്ചങ്ങോട്ട് ഒഴിച്ചു. ഒന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരട്ടെ. നമുക്ക് നിർത്തി വെക്കാം. പിന്നെ കടുക് താളിച്ചൊഴിക്കണം. നമുക്ക് കടുക് താളിക്കാം. എണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ 1/2 സ്പൂൺ കടുക്. മോര് കറിക്ക് ഞാൻ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ട് കറി വെക്കും. പക്ഷേ ഇതിന് ഏത്തപ്പഴം ഇടുന്നതിന് ഇടുന്നില്ല. ഇത് വേറെ ഇതായിട്ട് എടുക്കുക. ഉള്ളികളൊന്നും ചേർക്കുന്നില്ല. കടുക് കൂട്ടി നമ്മൾ വറ്റൽമുളക് ഇടണം. ഉലുവ പൊടിയാണ് ചേർക്കുന്നത്. നല്ലൊരു മണം തരുന്നത്. സ്വല്പം ഉലുവാപ്പൊടി, തീ കുറച്ചിടണം. തീ നിർത്തിയാലും കുഴപ്പമില്ല. സ്വല്പം ഉലുവാപ്പൊടി ഇടും അതിനകത്ത്. ഒരു നുള്ള് മുളക് പൊടി ഇടുന്നുണ്ട്. ആ മഞ്ഞ കളറൊന്ന് മാറാൻ വേണ്ടിയിട്ട്. ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ, പുളിയുള്ള കറിയാണെങ്കിൽ നമ്മളൊരു സ്വല്പം പഞ്ചസാര ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ. ഒരു നുള്ള് പഞ്ചസാര ഇടുവാണ്. ഏത്തപ്പഴം ഇട്ട മോര് കറി റെഡിയായി. ഇതെങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇത് ഏത്തപ്പഴം ഇടാതെ വെക്കാം. നമ്മൾ വെളുത്തുള്ളിയും ജീരകവും എല്ലാം അരയ്ക്കും. ഉള്ളിയൊക്കെ ഇട്ട് കടുക്, ഇഞ്ചിയൊക്കെ ചേർക്കും. ഇത് ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ.